നല്ല പിൻട്രസ്റ്റി വൈബുള്ള 2 ടോപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് പേസ്റ്റൽ ഗ്രീനും ഒന്ന് പേസ്റ്റൽ പിങ്കും ആണ്. അപ്പോൾ നമുക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. 2 ടോപ്പിൻ്റെയും പാറ്റേൺ സെയിം ആണ്. ഗ്രീൻ വണ്ണിന് നല്ലൊരു ലേസ് ഡീറ്റെയിലിങ് ചെസ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കയ്യിൽ പിടിക്കുമ്പോൾ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ ഗ്രീൻ ആണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നിയത്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഈ പിങ്ക് വൺ എനിക്ക് അത്ര നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് തോന്നിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ജീൻസിന് പകരം പൊതുവെ ഇപ്പോൾ പാൻസിനോടാണ് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു പാൻസിന്റെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത്. ഈ പാൻസിന് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒട്ടും സീത്രൂ അല്ല. പിന്നെ ഇതൊരു സ്റ്റുഡിയോ മെറ്റീരിയൽ ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പാൻസിന്റെ സൈസ് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. നല്ല പാൻറ്റാണ്. അപ്പോൾ നമ്മുടെ ടോപ്സിലേക്ക് വരാം. ഫസ്റ്റ് വൺ ട്രൈ ചെയ്തത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയ ഈ ഗ്രീൻ തന്നെയാണ്. അത് ഇട്ടപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഇട്ടുകൊണ്ടുപോകാൻ പറ്റും. കോളേജ് വെയറൊക്കെ ആയിട്ടും ഡെയിലി വെയറിനൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ടോപ്പ് അടിപൊളിയാണ്. കാരണം 385 രൂപയ്ക്ക് നല്ല പ്യുവർ കോട്ടണിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്. പക്ഷെ പിങ്ക് വൺ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അത്ര സ്യൂട്ടാവുന്നില്ല എന്ന് മാത്രമല്ല കുറച്ച് ടൈറ്റും കൂടെ ആണ്. രണ്ടും ഞാൻ ലാർജ് സൈസാണ് ടോപ്പിൽ എടുത്തത്. പക്ഷെ മറ്റേ നല്ല കറക്റ്റ് ആയിരുന്നു. ഇത് കുറച്ച് ടൈറ്റുമാണ്, പിന്നെ മെറ്റീരിയൽ അത്ര പോരാ. ഈ ഗ്രീനിൽ തന്നെ വേറെ ഷെയ്ഡ്സ് ഉണ്ട്, പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ.